അയാളിതാ ഇപ്പം തല കുത്തിപ്പിക്കുമല്ലോ. കുറച്ച് ഓവറായി പോയി തിന്നില്ലേ. മാറ്റിയിട്ട് പോകണം. നമ്മൾ ബസ് പോയാൽ പിന്നെ പണിയാണ്. തീരെ ടൈമില്ല. ഏകദേശം എല്ലാ പണി കഴിഞ്ഞപ്പോഴത്തേനും ടൈം പോയി. ഞാൻ ഫാൻ തന്നാണ് പറയാം. സെക്കൻഡ് വൺ സൺസ്ക്രീൻ ആണ്, കാണുന്നുണ്ടോ അറിയില്ല. സോ സൺസ്ക്രീൻ ഒന്നും ഇടാണ്ട് പോയാലേ എത്തുമ്പത്തിനും തീരും. ബൈക്കിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. മീൻസ് ഞാൻ കുറേ കാലത്തിന് ദിവസമല്ലേ കോളേജിൽ പോണത്. ഒന്ന് സെറ്റായിട്ട് പോയാൽ വിചാരിച്ച് ഞാൻ പുറത്തെത്തിയിട്ട് ടോട്ടൽ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ആൻഡ് ഇതൊന്ന് ഫാൻ തന്നതേ. സെറ്റ്. ഇനി യാർഡ്ലിൻ്റെ ടാൽക്കം പൗഡറാണ്. എന്താ പറയുക, ഈ സാധനം ഭയങ്കര കംഫർട്ടാണ്. ആൻഡ് മോൻ്റെ ടർക്കി. ഈ സാധനം ഇട്ടാൽ ഇപ്പോഴും ഞാൻ തുടച്ച് കളയൽ മസ്റ്റാണ്. പക്ഷെ ഇട്ടാൽ എനിക്കൊരു എന്താ പറയുക, എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇനി കാര്യമൊന്നുമില്ല, നേരെ ഐലൈനർ ഇടാം. ഇതിലൊക്കെ ഇട്ടാൽ ശരിയാവുമെന്നറിയില്ല. സോ നമുക്ക് തെറ്റി ഞാൻ കണ്ണാടി പോയിട്ട് ഇട്ട് വരാം. ഓക്കെ, ഇതിലേക്ക് ഇവിടെ നിൽക്കാം. കണ്ണേറ്റത്തിൽ ഈ ഷോ പറയുന്നൊരു സംശയമുണ്ട്. ഇടക്കൊന്തൊക്കെ സംഭവിച്ചണം. സോ ഇനി നേരെ ലിപ്സ്റ്റിക് ഇടുക, പിന്നെ നേരെ റോൾ ചെയ്യുക, മുടി നന്നാക്കിയാണ്ട്. അതാണ് ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാര ഇടണം. നല്ലതായിട്ട് ലിപ്സ്റ്റിക് കൂടെ ഇത് ഏകദേശം കാലിയായിട്ട് ഇപ്പോഴത്തെ ട്രാൻസ്പെറൻ്റ് കാണുന്നുണ്ട്. സോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് എനിക്കിങ്ങനെ ഡാർക്ക് ആയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുറത്തിറങ്ങി എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു പിന്ന്, മുട്ട സൂചി ആൻഡ് ഒരു പിന്ന്. ആൻഡ് നമ്മൾ നേരൊന്ന് ജസ്റ്റ് ക്രാബിട്ട് കെട്ടിച്ചുണ്ട് കോള് വരൽ തുടങ്ങിക്കണേ. സോ സിമ്പിൾ ഹിജാബ് ആട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ സെൻറ്ററായി കിട്ടാം. സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു വാലിട്ടിട്ട് കുറച്ച് കൊടുക്കാം. ആൻഡ് ഇത് നേരെ റോൾ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുന്നുള്ളൂ. ഒന്ന് ഫ്രണ്ടിലിട്ടിടും. ആൻഡ് ഇത്രേ ചെയ്യുന്നുള്ളൂ. ഈ വാലെടുത്ത് ഇതിങ്ങനെ എടുക്കുന്നു, ഇതാക്കുന്നു. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ബസ് കയറി ഇനി കടം ചെയ്തെത്തണം. ഓക്കെ, സോ അതിൽ കൂട്ടി നേരെ ഷൂടണം പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് ടീഷർട്ട്, അതേപോലെ ഒരു ജീൻസ് ആൻഡ് ഷൂ, ഒരു പർപ്പിൾ കളർ ഷോൾ. ലെറ്റ്സ് ഗോ. ബസ് പോകാനുള്ള ടൈമായി ഏകദേശം. നമ്മളിനി അടുത്തില്ലെങ്കിൽ അടുത്ത ബസ്സില്ലാന്ന് പറഞ്ഞു. സോ വേഗം പോകാം. ഇനി 2 സെക്കൻഡ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അങ്ങനെ ഞാൻ ഓടുന്ന ഓട്ടം കണ്ടിട്ട് എന്നെ ഒരു ചേട്ടനി കയറിക്കോ മോളെ അങ്ങാടിക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അവസാനം അയാളെ ഓട്ടവും പിടിച്ച് ഞാൻ നേരെ കൂടത്തേക്ക് വിട്ട് അവിടെ നിന്ന് നേരെ ബസ് കിട്ടി. ജസ്റ്റ് മിസ്സിനാണ് ബസ് കിട്ടിയത്. അങ്ങനെ നേരതാ നമ്മൾ കോളേജിൽ പോകുന്നുണ്ട്. ബസ്സിൽ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അതന്നെ ടീച്ചറൊക്കെ വാങ്ങി വെച്ചതാ. പിന്നെയും അതേ സ്ഥലത്തേക്ക് വരിക, ഉളുപ്പില്ലാണ്ട് കയറി വരിക. കേസ് അങ്ങനെ കോളേജിലെത്തി. ഇനി വരൂലേ എന്നാലും ഫൈനലി ഞങ്ങൾ കോളേജിലെത്തി. ഇവിടുന്ന് പോയതിന് ശേഷം ആരെങ്കിലും കൂടെ ഉണ്ടോ? അവിടെ മുഖം എന്തെങ്കിലും നിൽക്കണല്ലേ? അതിനെ സ്നേഹമാണ്. ഞങ്ങൾ സാറന്മാരൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്, അവരോടുള്ള സ്നേഹം കൊണ്ട്. അതെ. അവസാനം ഫൈനൽ ഇതായിരുന്നു സയൻസ് ബ്ലോക്ക്. ചിലപ്പോൾ എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ആൻഡ് ടോയ്ലറ്റ് ഫോക്കസ് ആയി. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ്. പണ്ട് നടന്ന വഴികൾ. പണ്ടൊന്നായില്ല, ഒരു കൊല്ലമായിട്ടല്ലോ അല്ലേ.
സോ ആട്ട് വീഡിയോ കാണിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെന്തായാലും പോയി ടീച്ചേഴ്സിനെ കണ്ടുവരാം. ഷീബ മിസ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയൊക്കെ എന്തായാലും പോയോക്കാം. എന്തായിരിക്കും റിയാക്ഷൻ ഒന്നും അറിയില്ല. വെറുതെ രണ്ടെണ്ണം കറങ്ങി നടക്കുക അല്ലേ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയപ്പം സാർമാരായിട്ട് കുറേ നേരം കത്തിയടിച്ചിരിക്കാൻ പറ്റി. ക്ലാസ് കഴിഞ്ഞ് പിന്നെയും ഒരിടത്ത് പോയി സംസാരിക്കാൻ വെച്ചാൽ ഭയങ്കര ഹാപ്പി. കുറേ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ സാറ് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എനിക്ക് പറ്റിയ കണ്ടന്റ് ഉണ്ട് പറഞ്ഞു. കോളേജിൽ സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി ഫുഡ് കഴിച്ചു വരാം. നല്ല പൊറോട്ട പിന്നെ കുടിക്കാണ്ട് എന്തേറ്റും കേറ്റ വരുള്ളൂ. ഗൈസ് ഫുഡ് കഴിച്ചതാ, നടക്കാനാകാതെ അലഞ്ഞു തിരികെയാണ് ഗൈസ്. കുറച്ച് ഓവറായി പോയി തിന്നയില്ലേ. പണ്ടത്തെ അല്ല ഓവറായി പോയല്ല, പണ്ടത്തെ പോലെ ഒന്നും തിന്നാൻ പറ്റുന്നില്ല, അതാണ് സത്യം. അപ്പം കോളേജിൽ ഇനി സർക്കസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിനി അത് കണ്ടിട്ടേ പോകുന്നുള്ളൂ അല്ലേ. വന്നത് മുതലാക്കണം. സോ നമ്മൾ നേരെ ഗ്രൗണ്ടിൽ പോയേക്കാം. ഗ്രൗണ്ടിലെത്തി കുറച്ച് നേരം ടൈം എടുത്തിട്ടോ തുടങ്ങാൻ. പക്ഷെ തുടങ്ങിയപ്പോൾ ഇതാ ഇയാൾ ആ കമ്പിമ്മ കിടന്ന് കണ്ട് ഊഞ്ഞാലാടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വിചാരിച്ച് വലിയതൊന്നും ഉണ്ടാവില്ലാന്ന്. അയാളൊരു കയറൊക്കെ എടുത്ത് മൂപ്പരനെ കെട്ടിയിട്ട് പിന്നെ കമ്പിമ്മ കിടന്ന് ആടുക. അങ്ങനെ ഒരാൾക്ക് നമ്മൾ സഡനായിട്ട് ആ ഒരു കയറിൻ്റെ ഉറപ്പതിൽ മാത്രം അയാൾ ആടിക്കൊണ്ട് കേട്ടോ. അങ്ങനെ അയാൾ ആട്ടമൊക്കെ കഴിഞ്ഞപ്പം അടുത്ത പെർഫോമൻസ് പറഞ്ഞാൽ ഈ 3-4 ബെഞ്ചിൻ്റെ മുകളിൽ കിടന്ന് കണ്ട് തലയും കുത്തി നിൽക്കുക. ഈ തലയും കുത്തി നിൽക്കുന്ന നോർമലി എല്ലാവരും പറയും എല്ലാവർക്കും കഴിയുമെന്ന്. പക്ഷേ അത്ര നോക്കിയാൽ അതൊക്കെ വലിയ ബെഞ്ചാട്ടോ. അതിന് ചുറ്റും നിറച്ച് ആൾക്കാരുണ്ടായി. ഇയാളെ കയ്യിലൊരു റിങ് കണ്ടു. ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചേച്ചി കടന്നു പോവും. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ അയാൾ ചേച്ചീനെ ആനയിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം നമുക്ക് റിങ് എന്ത് റബ്ബറല്ല ഇരുമ്പാണെന്ന് കാണിച്ചു തരാൻ മൂപ്പര് അതാ ഡെസ്കിൻ്റെ മുകളിലൊക്കെ ഇട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കിയാണ്. ഇനി നമ്മളെ ചേച്ചി ഇതാ വരുന്നുണ്ട്. ശരി, ഇതിൻ്റെ ഇടയിലുള്ള ക്ലിപ്പ് എന്നോട് വിട്ടുപോയി. ചേച്ചി എത്ര ഈസി ആയിട്ടാണെന്നറിയോ ആ ഒരു കമ്പിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ തലയും ബോഡിയൊക്കെ ഇട്ടത്. ഞാൻ ഏകദേശം ക്യാമറ ഓണാക്കാൻ സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു. പകുതി ആയപ്പോൾ ഇതാ ക്യാമറ ഓണല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഓണാക്കിയപ്പോഴത്തേക്കും ചേച്ചി ഏകദേശം തീരുമാനമാക്കാനായിന്. അങ്ങനെ എന്തായാലും അത്രക്കും ചെറിയ മൈന്യൂട്ട് ഒരു റിങ്ങാണത്. എന്നിട്ട് അത് ബോഡീൻ്റെ ഉള്ളിൽ കൂടി 36 ഈ ഇരിപ്പ് തന്നെ. നേരെ ആണെങ്കിൽ ആർക്കും കയറ്റാൻ പറ്റുന്നതായിരിക്കാം. പക്ഷേ അതും ഇങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ട് ചേച്ചീൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ കൂടി അത് പുറത്തെടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എല്ലാവർക്കും കുറച്ചൊന്ന് ഇതായി. അത്രക്കും ഫ്ലെക്സിബിളാണ് ചേച്ചി എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഗൈസ് ഫൈനലി ചേച്ചി അതിൻ്റെ ഉള്ളിൽ പുറത്തെത്തി. എല്ലാവരെയും കൈയ്യടിയൊക്കെ വാങ്ങി ആൾക്കാർക്കൊക്കെ ഒന്ന് ആവേശമായിട്ടു. അങ്ങനെ ചേട്ടൻ പിന്നെയും വന്ന് പുതിയ സാഹസത്തിന്. ഈ ബെഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സൈഡിൽ വലിയ 2 ബെഞ്ച് ഇട്ടത്, അതിൻ്റെ മുകളിൽ 3 ബെഞ്ച് കൂടി വെച്ചിരുന്നുകൊണ്ടാണ് ഈ കളി. ആദ്യം കറങ്ങുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് മൂപ്പര് ചുമ്മാ ബേക്കോട്ട് നിൽക്കേക്കും, അതൊക്കെ ആരെ കൊണ്ടും പറ്റും. പിന്നെ മൂപ്പര് നിർത്തണ്ടേ, ഇങ്ങനെ കറങ്ങി കറങ്ങി എങ്ങാനും ആ കയ്യോ കാലോ തെറ്റിയാൽ താഴെ കിടക്കും. അയാളെ ഹൈറ്റിന് മാത്രം വലുപ്പമുള്ള ഡെസ്കുവാണ് വെച്ച്. അങ്ങനെ അയാൾ ആ പ്രഹസനം കഴിഞ്ഞ് ഇനി അടുത്ത പ്രഹസനത്തിന് വേണ്ടി പോവാണ് ഗൈസ്. ഇതും ഏകദേശം വെച്ചാൽ കൈ തെറ്റിപ്പോയാൽ പോയി, അത്ര തന്നെ. ഒരു ഉറപ്പില്ലാത്ത ഞങ്ങൾ കോളേജിലെ ബെഞ്ചാണ്ട്, പ്രത്യേകിച്ച് ചെക്കന്മാരൊക്കെ അടിച്ച് തകർക്കണ സാധനമല്ലേ. ആ ഒരു ബലത്തിൽ ഓല് കൊണ്ടുവന്നതുമല്ല. അങ്ങനെ ഈറ്റുള്ളതാ ആ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ മുകളിൽ കയറി സാഹസങ്ങൾ തുടങ്ങാം. പറയുമ്പോൾ നിലത്ത് നിൽക്കുകയാണെങ്കിൽ ഇതാർക്കും ചെയ്യാൻ, ആർക്കും അല്ല എന്നാലും കുറേ പേർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇത്രയും പേരെ മുന്നിൽ ഈ ബെഞ്ചിൻ്റെ മുന്നിൽ കയറി ഇമ്മാതിരി സാധനങ്ങൾ ചെയ്യുമ്പം ശരിക്കും കൈയടിച്ചു പോകട്ടോ. ഇവർക്ക് വീട് വെക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞു കണ്ടാണ് നമ്മളെ NSSൻ്റെ കീഴിൽ കൊണ്ടുവന്ന ടീമാട്ടോ. അവർ കഷ്ടപ്പെട്ട് വന്നതിൽ കുറച്ച് പ്രവേശനമൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ബക്കറ്റ് പിരിവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേച്ചീൻ്റെ പ്രശ്നം ഇതൊന്ന് കാണേണ്ടി തന്നെ. ഈ ചേച്ചി ഒറ്റക്കല്ലോ, ഇത് പകുതിക്ക് എത്തുമ്പോൾ വേറെ ആളോട് വരും. നേരത്തെ മറ്റേ ചേച്ചി ഒടിഞ്ഞു കയറിയ റിങ്ങിൽ ഈ ചേച്ചി ആദ്യം കയറി നിൽക്കൂട്ടോ. ചേച്ചീൻ്റെ ബോഡിക്ക് ഓക്കെ ആ കറക്റ്റ് ഫിറ്റാണ്. ചേച്ചി എന്തായാലും കുറച്ച് പ്രയാസപ്പെടുമ്പോഴൊക്കെ കാണിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. ഇതൊന്നല്ല കാണേണ്ടി, ഇതിൻ്റെ മാസ് എഡിഷൻ വേറെ വരാനുണ്ട്. ആൻഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇവരെ മ്യൂസിക്കാണ്.
കയറുമ്പോൾ നല്ല DJ സോങ്ങൊക്കെ വെച്ച് അങ്ങോട്ടെത്തിയാൽ എൻ്റെ അമ്മ കരളലിയിപ്പിക്കുന്ന സോങ്ങൊക്കെ വെച്ച് നമ്മളെ വല്ലാണ്ടാക്കും. അതാട്ടോ. പക്ഷേ ആ സോങ്ങിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റൂല, കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട്. ഇനി നോക്കി രണ്ടാളും ചെയ്യുന്ന പണി നോക്കി. ആ ചേച്ചീൻ്റെ ബോർഡിൻ്റെ ഏകദേശം 1/4 ഭാഗം ആ റിങ് ഉണ്ട്. എന്നിട്ട് മറ്റേ ചേച്ചി ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ചാടാവും. അതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. കണ്ടോ, ആ ചേച്ചീൻ്റെ തലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് പോകുന്നേ ഉള്ളൂ. കുറച്ചൊരു ടൈം എടുത്തിട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ രണ്ടാളും കൂടി കയറുന്ന കയറ്റം കണ്ടോ, കൈ പുറത്തേക്കിട്ടേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കൈ വലിയ യൂസ് ചെയ്യുന്നേ ഇല്ല. ഇനി മെല്ലെ മെല്ലെ ആ ബോഡി കൂടി ഊരി കൊണ്ടുവരാണ്. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച ആ ഒരു ഹിപ്പിൻ്റെ ആ പോർഷനൊക്കെ എത്തുമ്പോൾ കുടുങ്ങി 2 എണ്ണം കൂടി അവിടെ കിടക്കേണ്ടിയിരുന്നു വിചാരിച്ചിരുന്നു. പക്ഷേ നടക്കുന്നത് കണ്ടോ, മെല്ലെ 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 രണ്ടാളും ബോഡി അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ചേച്ചി മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും ഓലെ സമ്മതിക്കണം, നല്ലൊരു പ്രാക്ടീസ് തന്നെ വേണം. ഈ ഒരു സാധനം ഇങ്ങനെ വലിയുന്നൊക്കെ ഞാൻ സത്യത്തിൽ അത് ഇലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കണ്ട് ആ ഒരു ഡെസ്കിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ സൗണ്ട് മനസ്സിലായി. എത്ര സിമ്പിളായിട്ടല്ലേ ഓല് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതും എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം ഇഷ്ടമായി. അങ്ങനെ അടുത്തതാ നമ്മുടെ ടീയുടെ ഐറ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. എനിക്ക് വലിയ കണ്ടൻ്റൊക്കെ കിട്ടിയൊക്കെ സെറ്റായി നിൽക്കുകയാണ്. അങ്ങനെ ചേച്ചീനോട് വെൽക്കമൊക്കെ പറഞ്ഞ് ചേട്ടൻ വിസിലൊക്കെ അടിച്ചപ്പോൾ ചേച്ചി അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഓൺ സ്പോട്ടിൽ നമ്മളെ പാട്ടങ്ങ് നിന്നപ്പം ചേച്ചിക്ക് അങ്ങ് ഇതായി, ഇനി കയറണ്ട. ചേച്ചി മുടിയൊക്കെ കിട്ടിയൊക്കെ കേട്ടോ, തീയല്ലേ കത്തിയാൽ പോയില്ലേ. അങ്ങനെ ചേച്ചീൻ്റെ ഇൻട്രസ്റ്റൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ ഒരുവിധം പാട്ടില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ വിചാരിച്ചാൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ ചേച്ചി ഭയങ്കര ഫ്ലെക്സിബിളാണ്. ചേച്ചീൻ്റെ ബോഡിയും ഹാൻഡും എല്ലാം. ആ തീയും കൂടി നല്ല പവറായിട്ട് കത്തിയാൽ നല്ല രസമുണ്ടാവും ഇത് കാണാൻ. പിന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല കേട്ടോ, റിയലായിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒന്നുകൂടി എഫക്റ്റീവാണ്. പിന്നെ ആ ഓല മ്യൂസിക്കും സൗണ്ടും എല്ലാം കൂടി വരുമ്പോൾ, മ്യൂസിക് ഇല്ലാത്ത വിഷമത്തിൽ ചേട്ടൻ കുറച്ച് നേരം ചെണ്ടയൊക്കെ മുട്ടി താളൊക്കെ ഇട്ട് കുത്തിരുന്ന്. അപ്പോഴത്തേനും ചേച്ചീൻ്റെ സെക്കൻഡ് ഐറ്റം റെഡി ആക്കി വെക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു റിങ്ങാണ്. റിങ്ങിൻ്റെ 4 സൈഡിലും തീയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തീ കുറഞ്ഞുകൊണ്ടായിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കത്തിച്ച് നോക്കുന്നുണ്ട്, ഒന്ന് സെറ്റാവാൻ വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ചേട്ടന് പാട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുട്ടി സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഇപ്പോൾ കറണ്ട് വന്നിട്ടോ. അങ്ങനെ ചേട്ടൻ്റെ പാട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഈ പാട്ടില്ലെങ്കിൽ നമുക്ക് ഓവർ എഫക്റ്റീവ് ആവില്ല. പാട്ടും കൂടി ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണലി നമ്മൾ തന്നെ ഡൗൺ ആയിപ്പോവും. എന്തോ ഒരു ഫീലാട്ടോ പാട്ട് വെച്ച് കാണുമ്പോൾ. അങ്ങനെ ചേച്ചീനെ വെൽക്കം ചെയ്തു. ചേച്ചി എൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഈ ചേച്ചീൻ്റെ ആ ചേട്ടൻ്റെ കാര്യമായിട്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവലൊരു വാനൊക്കെ ആക്കി കണ്ട് കുറച്ച് ടീം തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ചേച്ചി ആ റിങ് എടുത്തിട്ടുണ്ട്. റിങ്ങിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുക. ടോപ്പൊന്നും ഉണ്ടായി പോകാണ്ടിരിക്കാൻ പിന്നൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ കത്തിപ്പോയാൽ പോയില്ലേ. ചേച്ചി ഐശ്വര്യമായി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടോ. പിന്നെ തുടങ്ങി ഇത് വെച്ചാൽ ഇങ്ങനെ കറക്കാൻ വെച്ചാൽ ഞാനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇങ്ങനെ കറക്കാൻ പറ്റുമെന്ന്. പക്ഷെ അതിനൊരു ടാലൻറ്റ് വേണം. പ്ലസ് ഈ തീം വെച്ച് കളിക്കുക പറഞ്ഞാൽ കുറച്ചൊരു ധൈര്യം വേണം. അങ്ങനെ ആ പ്രസനം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായി. എന്തായാലും വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ടാണല്ലോ സർക്കസൊക്കെ കളിക്കുന്നത്. പിന്നെ സർക്കസൊക്കെ കാണുന്നത് വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും എക്സ്പോകളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. കോളേജുകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. എന്തായാലും NSSന് അതൊക്കെ കോളേജൊക്കെ കൊണ്ടുവരാൻ പറ്റി. പ്രത്യേകിച്ച് പുറത്ത് പോയി, അതായത് കോളേജിൽ നിന്ന് പിരിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും കോളേജിലെത്തി ഞങ്ങൾക്കത് കാണാനും പറ്റി. അങ്ങനെ കാണികളെ ഇതാ വെറും 2 ഐറ്റം മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഏതോ ഒരു സർക്കസ് ഒരു പേര് മറന്നുപോയി. എന്തായാലും ഒലിതാ അടുത്ത പ്രസനം തുടങ്ങി. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ മാരക എഡിഷൻ വരാൻ പോകുന്നുണ്ട് ഗൈസ്. കൈയൊക്കെ വിട്ടതാ രണ്ടാളും ഒന്ന് കറങ്ങും. അതിന് ശേഷമാണ് ഗൈസ് മാരക എഡിഷനും കൊണ്ട് ചേച്ചി സീൻ തന്നെ കേട്ടോ.
അതിസാഹസികമായി ചേട്ടൻ്റെ തലയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ചേച്ചി വീണ്ടും 2 കാലുകൾ വെച്ച് കൈ വിട്ടുകൊണ്ട് ചേച്ചിയുടെ പ്രഹസനം ഇതാ തുടങ്ങുന്നു. ഇതൊക്കെ ശരിക്കും ഭയങ്കര കാണാനൊക്കെ എന്താ പറയുക, ഒരാളെ തലയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളെ മൂവ്മെൻറ്റിനനുസരിച്ചിരിക്കും നമ്മൾ മുകളിൽ നിൽക്കുന്ന ആൾ. ആ താഴെയുള്ള ആളെ വിശ്വസിച്ചും കണ്ടാണല്ലോ കയറുന്നത്. അയാളൊന്ന് പെടഞ്ഞാൽ മുകളിലുള്ള ആൾ വിൽക്കുന്ന ഉറപ്പാണ്. അങ്ങനത്തെ കുറേ ടാലൻ്റൊക്കെ നമ്മൾ കുറച്ച് കണ്ടു കേട്ടോ. ശരിക്കും ഈ ഒരു മൊത്തം പ്ലാൻ്റെ മുന്നിലുള്ളത് തമ്മിലുള്ള ട്രസ്റ്റ് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സാധനം ഒന്നും നമുക്ക് ചെയ്യാനില്ല. അങ്ങനെ അവരെ അവസാനത്തെ പെർഫോമൻസാണിത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു സാധനം ഈ 2 യെല്ലോ കമ്പികൾ നിൽക്കുന്നത് വെറും 2 പലകൻ്റെ മുകളിലാണ്. ആ കമ്പീനെ നിർത്തിയത് 4 സൈഡിൽ കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറ് കോളേജിൻ്റെ ഇൻ്റർലോക്ക് എടുത്തിട്ട് അവിടെ ഒരു സാധാരണ ഒരു ചെറിയൊരു കമ്പി അടിച്ച് കയറ്റിയിട്ടൊക്കെ കേട്ടോ. അതായത് നമുക്ക് നോക്കുമ്പോൾ ഒരു തീരെ ഒരു ബലമില്ലാത്തൊരു സാധനത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇമ്മാതിരി പ്രഹസനങ്ങളും ഓരൊക്കെ നടത്തുന്നത്. അങ്ങനെ ആദ്യം മൂപ്പർ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി, അതിന് ശേഷം മൂപ്പർ വേറൊരു ഐറ്റമായിട്ട് വന്ന് അതിൻ്റെ അവരുടെ ഫൈനൽ ഐറ്റമാണിത്. അപ്പം ഫൈനലാകുമ്പം കുറച്ചൊരു ഇതാക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ കെട്ടിൻ്റെ ഫലം കൊണ്ട് മാത്രം, വിശ്വാസം കൊണ്ടും മുകളത്തെ ചേട്ടൻ എന്താ കെട്ടൊക്കെ ടൈറ്റാണോ നോക്കണ്ട്. ആകെ കെട്ട് നോക്കിക്കേ, ഒരു കെട്ട് കെട്ടി സെറ്റാക്കി. പിന്നെതാ നമ്മൾ സാധാ എന്തെങ്കിലും വലിച്ചിട്ടൂലേ അതേപോലെ ഒരു കെട്ടും കൂടി മാത്രം കെട്ടി. മറ്റേത് എനിക്ക് കെട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് അത്ര ഉറപ്പുമില്ല, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആ ചേട്ടനെ വിശ്വസിച്ച്, ആ കമ്പികളെ വിശ്വസിച്ച് ഈ ചേട്ടൻ എന്താ കിടന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞാലിപ്പം എന്താ പറയുക, നിങ്ങൾ കണ്ടോളി. അപ്പോൾ ചേട്ടന് കയറ് ടെസ്റ്റ് ചെയ്യുക, തകോ. അപ്പോൾ സെറ്റാക്കി കയറൊക്കെ സെറ്റാണ്. അപ്പം ലാസ്റ്റ് ഐറ്റം കൊണ്ട് കമ്പിമേൽ കാല് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അങ്ങനെതാ 4 ആൾ കമ്പിയും 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ബാലൻസ് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും അറ്റ് വീണാൽ പോയല്ലോ. അപ്പം ഓരോ ടീമിലുള്ള ആൾക്കാർ തന്നെ കമ്പിയൊക്കെ പിടിച്ച് സെറ്റായി നിൽക്കുകയാണ്. അങ്ങനെതാ നമ്മളെ ചേട്ടന് എല്ലാം സെറ്റാക്കി നിൽക്കുക കേട്ടോ. എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നിൽക്കുക, എന്തായിരിക്കും ആ ഒരു പെർഫോമൻസ് എന്നുള്ളത്. കുറച്ച് ലാഗടിപ്പിച്ചതിന് ശേഷം ചേട്ടൻ നേരെ കമ്പി പിടിച്ച് ഒരൊറ്റ കറക്കം. 1-2 തവണ ഇങ്ങനെ കറങ്ങി. പിന്നെ ചേട്ടനതാ അടുത്ത പ്രകടനവുമായി ഒന്ന് ആ കൈയാട്ട് വിട്ടിട്ട് നേരെ അങ്ങ് കറക്കുന്നു. ആ ഒരു കെട്ടെങ്ങാനും അഴിഞ്ഞു പോയെന്നാലോചിച്ച് വയ്ക്കുക. അത് ഇൻ്റർലോക്കിൻ്റെ മുകളിലും ഇത്രയും മനുഷ്യന്മാരെ നോക്കി നിൽക്കേ. എന്തൊരു വിശ്വാസം നോക്കി ഓല ആ ഒരു സാധനത്തിനോട്. ആ കാലൊക്കെ ഇളകലൊടിഞ്ഞു കേട്ടോ. ആടുന്നൊക്കെ ഉണ്ട് ഇയാൾ ഈ കറങ്ങുന്നതിനനുസരിച്ച്. പക്ഷെ അയാൾ ജോലിനോടുള്ള വിശ്വാസവും അതേപോലെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ വിശ്വാസവും എല്ലാം കൊണ്ടും വയറ്റിപ്പഴപ്പ് ജീവൻ്റെ എന്തായാലും സംഭവം മനസ്സിലായില്ലേ. പൈസ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ജീവൻ പണയം വെച്ച് കണ്ട് പണിയെടുക്കുക. അങ്ങനെ ആദ്യം ഒരു സൈഡിൽ കറങ്ങി ചേട്ടൻ്റെ ഓപ്പോസിറ്റ് കറങ്ങി പോവാം. അങ്ങനെ ഫൈനലി എല്ലാവർക്കും ഇഷ്ടമായി. സംഭവം എനിക്കിഷ്ടമായി, കാരണം എനിക്ക് വീഡിയോ കിട്ടിയല്ലോ. അങ്ങനെ മെല്ലെ ആടുന്നതാ പരിപാടിയൊക്കെ കഴിഞ്ഞെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നി മെല്ലെ ആടുന്ന സ്കൂട്ടായി. നമ്മളിതാ ഗവൺമെൻറ് കോളേജ് കോടഞ്ചേരിയിൽ നിന്ന് വിട പറയുകയാണ്. സർക്കസിനൊക്കെ ശേഷം വന്നതിൽ നല്ല കാര്യം ഉണ്ടായി അല്ലേ? അതെ അതെ, സർക്കസ് കണ്ട് പിന്നെ സാറുമാരൊക്കെ ആയിട്ട് കുറേ കത്തിയടിച്ചിരുന്ന് അടിപൊളിയായിനി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ ഒരു സുഖം തോന്നുന്നുണ്ട് ഇപ്പോൾ അല്ലേ? അപ്പം ഗൈസ് ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ബൈ ബൈ. അങ്ങനെ ടാറ്റ ബൈ പറഞ്ഞാലും ഞാൻ എന്താ എൻ്റെ അച്ഛനും കഴിക്കണ്ടേ. അച്ഛൻ്റെ വീട് എന്താ ഒരു ഗ്രേപ്പോടെ കുടിച്ച് നമ്മൾ സമാപനത്തിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പിരിയുകയാണ് വീണ്ടും. നേരത്തെ ടാറ്റ കൊടുത്തിട്ടില്ലേ? ബൈ ഗൈസ്.